ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് 15 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട്. ട്രേഡിങ്ങിന് ഇനി യൂട്യൂബിൽ പറയാത്ത ഒരു സ്ട്രാറ്റജി പോലും ഇല്ല. ലോകത്തുള്ള എല്ലാ സ്ട്രാറ്റജികളും ഇപ്പോൾ യൂട്യൂബിൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് പുതിയ സ്ട്രാറ്റജികൾ നിങ്ങൾ ഒരിക്കലും തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. പഴയ സ്ട്രാറ്റജികൾ മാർക്കറ്റിനനുസരിച്ച് മോഡിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 15 മിനിറ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജി കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. പൊതുവേ എല്ലാവരും പറയുന്നത് ടോപ്പ് ഗെയിനേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ലൂസേഴ്സ് എടുത്തിട്ടാണ് നിങ്ങൾ 15 മിനിറ്റ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ അത് മാത്രമല്ല, നല്ല മൊമെൻറ്റം ബിൽഡിംഗ് ഉള്ള നല്ല വോളിയമുള്ള സ്റ്റോക്സുകൾ നല്ല ബുള്ളിഷായിട്ടോ നല്ല ബെയറിഷായിട്ടോ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു ട്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരേ കാറ്റഗറി ഉള്ള 5 സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ ടോപ്പ് ഗെയിനേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ലൂസേഴ്സ് എടുക്കാം, ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NR7 ബ്രേക്കൗട്ടുള്ള ആദ്യത്തെ 5 സ്റ്റോക്കുകൾ എടുക്കാം, അല്ലെങ്കിൽ NR5 ബ്രേക്കൗട്ടുള്ള 5 സ്റ്റോക്ക് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ NR7 ബ്രേക്കൗട്ടുള്ള 5 സ്റ്റോക്ക് എടുക്കാം. അപ്പോൾ ഒരേ കണ്ടീഷനിൽ നല്ല മൊമെൻറ്റവും നല്ല വോളിയവും ഉള്ള ഏത് സ്റ്റോക്ക് പിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്ക്രീനർ എടുക്കുക, ഏതെങ്കിലും ഒരു സ്ക്രീനർ എടുക്കുക, അന്നത്തെ ദിവസത്തെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 5 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിഫ്റ്റിയിലെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അതായത് നിഫ്റ്റി അപ്സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്സൈഡിലോട്ട് ബ്രേക്കൗട്ട് ചെയ്യുന്ന 5 സ്റ്റോക്കുകൾ എടുക്കുക. ഇനിയിപ്പോൾ നിഫ്റ്റി ഡൗൺ സൈഡിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അന്നത്തെ നല്ല ബെയറിഷ് ആയിട്ടുള്ള 5 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഒരു സൈക്കോളജി ഉണ്ട്, അതുകൂടാതെ പ്രോബബിലിറ്റി ഉണ്ട്. ഈ 2 കാര്യങ്ങളോട് നമ്മൾ ക്ലബ് ചെയ്യുമ്പോൾ ഷെയർ മാർക്കറ്റിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസോ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹ്യൂജ് വോളിയം ഉണ്ടാകും. മാത്രമല്ല നല്ലൊരു മൊമെൻറ്റോ ആ സമയത്ത് ഉണ്ടാകുന്നതായി. കാരണം ഒരുപാട് ആൾക്കാർ ആ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻ്റർ ആകാനുള്ള സാധ്യതയുണ്ട്. സ്ട്രോങ് സപ്പോർട്ടാണ് ഇപ്പം ബ്രേക്ക് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഫാൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം വിറ്റ് ഒഴിവാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ അവിടെ എൻട്രി എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി. അപ്പോൾ ഇതുപോലത്തെ ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വോളിയമുള്ള 5 സ്റ്റോക്ക് നിങ്ങൾ പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 5 സ്റ്റോക്കിൽ ഒരു 3 സ്റ്റോക്ക് വിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് അതിൻ്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സാധ്യതകൾ കൂടുതലുള്ള സ്ഥലത്താണ് ഏതൊരു സ്ട്രാറ്റജിയും വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മാർക്കറ്റ് അപ്സൈഡിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അന്നത്തെ മെജോറിറ്റി സ്റ്റോക്സുകളും അപ്സൈഡിലോട്ട് പോയെന്നുള്ളതാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മെജോറിറ്റി അന്നത്തെ സ്റ്റോക്കുകളും താഴോട്ട് പോയെന്നുള്ളതാണ്. അപ്പം നമ്പർ ഓഫ് സ്റ്റോക്സിൻ്റെ പെർഫോമൻസിനാണ് മാർക്കറ്റ് മേലോട്ടും താഴോട്ടും പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 5 എണ്ണം പിക്ക് ചെയ്യുന്നത്. 1-2 എണ്ണം പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് അവിടെ പ്രോബബിലിറ്റി വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് എണ്ണം കൂടുന്നതനുസരിച്ച് പ്രോബബിലിറ്റി വർക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സ്റ്റോക്സ് പിക്ക് ചെയ്യുന്നത്. ഈ 5 സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്റ്റോക്കുകൾ ബെസ്റ്റായിട്ട് അന്നത്തെ ദിവസം പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. അതായത് മാർക്കറ്റ് ഡൗൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫാൾ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് ഈ 5 സ്റ്റോക്ക്. ഇനിയിപ്പോൾ മാർക്കറ്റ് അപ്സൈഡ് ആണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് മൂവ്മെൻറ്റ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് അപ്സൈഡിലുള്ള സ്റ്റോക്സുകൾ. അപ്പോൾ ആ ഒരു പ്രോബബിലിറ്റി ഒരു സ്ട്രാറ്റജിക്കൽ രൂപത്തിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് 15 മിനിറ്റ് ക്യാൻഡിൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം പ്രോബബിലിറ്റി കൂടുതലുള്ളൊരു സ്ഥലത്താണ് നമ്മൾ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യേണ്ടത്. അതായത് മാർക്കറ്റിൽ ഒരു ഇവൻറ്റ് നടക്കാൻ പോകുമ്പോഴത്തേക്കും ആ ഇവൻറ്റിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്സിനെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറൈസ് ചെയ്തെടുക്കുന്നത്. വേറെ ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഓട്ടോമൊബൈൽ സെക്ടറാണ് ഇന്ന് നല്ലൊരു പെർഫോമൻസ് വരാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പായിട്ട് നിൽക്കുന്ന 5 ഓട്ടോമൊബൈൽസിൻ്റെ സ്റ്റോക്സുകൾ നമ്മൾ പിക്ക് ചെയ്യും. ഇപ്പം മെറ്റൽ ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ പെർഫോം ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന 5 മെറ്റലിൻ്റെ സ്റ്റോക്ക് നമ്മൾ പിക്ക് ചെയ്യും. ഇനിയിപ്പോൾ ബാങ്കുകളാണ് പെർഫോമൻസ് തരുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന 5 ബാങ്ക് നമ്മൾ പിക്ക് ചെയ്യും. ഇത്ര ഉള്ള സംഭവം. ഇനിയിപ്പോൾ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാനുള്ള കണ്ടീഷൻ മാത്രമാണ് 15 മിനിറ്റ് ബ്രേക്കൗട്ട് എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു കൺഫർമേഷന് വേണ്ടിയാണ് ആ സംഭവം ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമുണ്ട് 200 EMA. മാർക്കറ്റ് ഇപ്പം ഉദാഹരണത്തിന് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റത്തിൽ നിൽക്കുമെന്ന് വിചാരിച്ചു. 15 ദിവസം നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു അപ്സൈഡ് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്സുകളാണ്. 5 സ്റ്റോക്സ് ഇങ്ങനെ സ്ക്രീനർ വെച്ച് പിക്ക് ചെയ്യുമെന്ന് വെച്ചു. അതിനകത്ത് 200 EMAയ്ക്ക് മുകളിലാണ് ആ സ്റ്റോക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അപ്സൈഡ് മൊമെൻറ്റം തന്നെ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധ്യതകളുടെ ബേസിലാണ് നമ്മൾ ഈ സ്ട്രാറ്റജിയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു 5 സ്റ്റോക്ക് നമ്മൾ പിക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും 5 സ്റ്റോക്കിൽ 3 സ്റ്റോക്കും ചിലപ്പം ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് 5 സ്റ്റോക്സിലൊരു 3 സ്റ്റോക്കും സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ പോലും ഈ ഒരു സംഭവം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ഒരു ദിവസം തന്നെ ഇതിനകത്തൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്പർ ഓഫ് ടൈംസ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും, അതായത് 20 ദിവസത്തെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ 20 ദിവസം നോക്കുമ്പോഴത്തേക്കും ചില ദിവസം നിങ്ങൾക്ക് 3 സ്റ്റോപ്പ് ലോസ് അടിക്കും, ചില ദിവസം നിങ്ങൾക്ക് 2 സ്റ്റോപ്പ് ലോസ് അടിക്കും, ചില ദിവസം നിങ്ങൾക്ക് 5 ടാർഗറ്റ് അടിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കൂടുതൽ സമയത്ത് നിങ്ങൾക്ക് ടാർഗറ്റ് ആയി ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലാതെ ഒരു ദിവസത്തെ പെർഫോമൻസ് അല്ല നമ്മളിവിടെ നോക്കുന്നത്. അപ്പം ഹൈ പ്രോബബിലിറ്റി ഉള്ള 5 സ്റ്റോക്കുകൾ പിക്ക് ചെയ്തിട്ട് അതൊരു 20 ദിവസത്തേക്ക് 30 ദിവസത്തേക്ക് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ വിന്നിങ് പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി.
പിന്നെ ഈ 15 മിനിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ജോലിയുള്ള ആൾക്കാർക്കും മറ്റ് പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. പിന്നെ ഇതൊരു ഹൈ മൊമെൻ്റ് അല്ലെങ്കിൽ വോളിയം ബേസ്ഡ് ആയിട്ട് ട്രെയിനിങ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് 15 മിനിറ്റിൻ്റെ ക്യാനിൽ ബ്രേക്കൗട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഒരു ക്യാനിൽ തന്നെ ഇതിൻ്റെ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് നിങ്ങൾ 5 സ്റ്റോക്സിൽ നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം കുറയുന്ന സ്റ്റോക്ക് വേണം നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. മനസ്സിലായി? അടുത്തൊരു ക്യാൻഡിൽ ചിലപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യില്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിലൂടെ വെയിറ്റ് ചെയ്യാം. അതും ടാർഗറ്റ് ഹിറ്റ് ചെയ്യില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ മൊമെൻറ്റം കുറയുന്ന സ്റ്റോക്സിൽ വേണം ഒഴിവാക്കിയിട്ട് മറ്റേ സ്റ്റോക്സ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കോമൺ സെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സ്ട്രാറ്റജി നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ മാർക്കറ്റ് പ്രൊഡിക്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ ഒരു എക്സ്പീരിയൻസും നമ്മുടെ ഒരു കോമൺ സെൻസും ഒക്കെ ബേസ് ചെയ്താണ് നമ്മൾ ഈ സ്ട്രാറ്റജികളൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതൊക്കെ. പിന്നെ ഇത് സ്റ്റോക്സിനകത്ത് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ ഒരു ഗുണമുണ്ട്. ഫയേഴ്സ് പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ടാർഗറ്റ് ഇട്ട് വെക്കുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും സ്റ്റോക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതാണ് ഇതിനകത്ത് വേറെ അഡ്വാൻറ്റേജ്. പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് പല സ്ട്രാറ്റജീസും വർക്കൗട്ട് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ സ്ട്രാറ്റജിയുടെ പ്രത്യേകത പറയുമ്പോഴത്തേക്കും ഇതൊരു സിംഗിൾ സ്റ്റോക്കിൽ നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി അല്ല, ഇതൊരു 5 സ്റ്റോക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ പ്രോബബിലിറ്റി ഒന്ന് ഡൈവേഴ്സിഫൈ ആകുന്നുണ്ട്. പിന്നെ നമ്മൾ 10 ദിവസത്തേക്ക് അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ വിന്നിങ് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി കൺവീനിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ബാക്ക് ടെസ്റ്റ് നോക്കണം. നിങ്ങളൊരു 10-20 ദിവസം ബാക്ക് ടെസ്റ്റ് നോക്കിയിട്ട് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറി വേണമെങ്കിലും എടുക്കാം. ഇപ്പം ടോപ്പ് ഗെയിനേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ലൂസേഴ്സ് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നല്ല മൊമെൻ്റം ഉള്ള നല്ല വോളിയമുള്ള ഏത് കണ്ടീഷനിലുള്ള സ്റ്റോക്സുകളാണോ ആ സ്റ്റോക്സ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ സ്ക്രീനേഴ്സ് മാത്രമല്ല, ഇപ്പോൾ ചാറ്റ് GPT ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചാറ്റ് GPT ഫ്രീ വേർഷന് അത്ര ആക്യുറസി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ചാറ്റ് GPT ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു തരും. സ്ക്രീനേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ അത് സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള സ്റ്റോക്സുകൾ അത് പിക്ക് ചെയ്ത് തരും. പക്ഷേ അത് പെയ്ഡ് വേർഷനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്തു തരും. അപ്പോൾ നമ്മുടെ ട്രേഡിങ്ങിനകത്ത് കുറച്ച് ടെക്നോളജിയും കൂടി യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വേണം ചാറ്റ് GPT പറഞ്ഞാൽ മതി. ചാറ്റ് GPT ചിലപ്പോൾ ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു തരും. ഇപ്പം ഞാൻ ബാക്ക് ടെസ്റ്റ് ചാറ്റ് GPT പറഞ്ഞു നോക്കിയിട്ടില്ല. ബാക്കി നമുക്ക് കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവം സ്ക്രീനർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ചാറ്റ് GPT. പെട്ടെന്ന് ഫിൽറ്റർ ചെയ്ത് തരും. ഇപ്പം നമുക്ക് സപ്പോർട്ട്സ് വേണം, അല്ല റെസിസ്റ്റൻസ് വേണം, അല്ല ഇന്ന ഒരു കാറ്റഗറി ബേസ് ചെയ്ത് 5 സ്റ്റോക്സ് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ചാറ്റ് GPT അപ്പം തന്നെ പിക്ക് തരും. പിന്നെ ഫ്രീ വേർഷൻ ചാറ്റ് GPT എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് ആക്യുറസി കുഴപ്പമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിഫ്റ്റിയുടെ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ഒരു ആക്യുറസി കുഴപ്പം അതിനകത്ത് വരുന്നുണ്ട്. പെയ്ഡ് വേർഷനകത്ത് ചിലപ്പോൾ കുറച്ചൊരു ആക്യുറേറ്റ് ആയിട്ട് കിട്ടുമായിരിക്കും. അപ്പോൾ പെയ്ഡ് വേർഷനുള്ള ആൾക്കാർ ഉറപ്പായിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചാറ്റ് GPT എത്രമാത്രം ആക്യുറസി ഉള്ളതാണെന്ന്. അപ്പോൾ അത് നല്ല ആക്യുറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോക്ക് അത് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.